കൊടകര കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് BJP-യിൽ വലിയ കലാപം നടക്കുകയാണ്. BJP-യിൽ അത് കാണുന്നുണ്ടല്ലോ, BJP-യിൽ വലിയ കലാപം നടക്കുകയാണ്. അതാണ് നടക്കുന്നത്. പിന്നെ സർക്കാർ ഒത്തുകളിച്ചതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 41 കോടി 40 ലക്ഷം രൂപ കേരളത്തിലേക്ക് വന്നത് എവിടെ നിന്നാണ് വന്നതെന്നും അത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് സ്വീകരിച്ചതെന്നും മൊഴികളുണ്ട്. അതേ കത്ത് IT ഡിപ്പാർട്ട്മെന്റിനും ED-ക്കും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ചിട്ടുണ്ട്. ഇത് മൂടിവെച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പോലും പിണറായി വിജയനും CPM ഉപയോഗിച്ചില്ല. അതാണ് അവിടെയാണ് അത്ഭുതം. രണ്ടു കൂട്ടരും കൂടി ഇത് മൂടിവെച്ചു. ഒരു സമ്മർദ്ദവും കേന്ദ്രത്തിൽ ചെലുത്തിയില്ല. കേന്ദ്ര ഏജൻസികളുടെ അടുത്ത് ഒരു സമ്മർദ്ദവും ചെലുത്തിയില്ല. രണ്ടുപേരും പരസ്പരം പുറഞ്ഞൊറിഞ്ഞു കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് 2021 കൊടുത്ത കത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒത്തുകളിച്ചു എന്ന് പറയുന്നത്? 2021 കൊടുത്ത കത്ത് കൊടുത്തല്ലോ, കത്ത് മാത്രമേ കൊടുത്തുള്ളൂ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ പണം കൊണ്ടുവന്ന് ഇത്രയും വലിയ തെളിവുണ്ടായിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു കേസെടുത്തോ? ഇല്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കത്ത് കൊടുത്തതല്ലാതെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സമ്മർദ്ദം ഉണ്ടായി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ? മുഖ്യമന്ത്രി മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോൾ ആദ്യം ഒരു കത്ത് അയച്ചല്ലോ, അതുപോലെ ഒരു കത്ത് അയക്കാമായിരുന്നില്ലേ? ഗവൺമെന്റ് എന്ത് പ്രഷർ ചെയ്തു? മൂന്നാമത്തെ കാര്യം, ഇത് ആരും അറിയാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പോലും BJP-ക്കെതിരായി BJP സംസ്ഥാന പ്രസിഡന്റ് ഈ കുഴൽപ്പണം കൊണ്ടുവന്നിട്ട് അതിനുവേണ്ടി കൂട്ടുനിന്നില്ല. അതിന് കൂട്ടുനിന്നിട്ട് അത് പറഞ്ഞുപോലുമില്ല, ഒരു പ്രചരണം പോലും നടത്തിയില്ല, മിണ്ടാതെ ഇരുന്നു. ഇപ്പോ ഈ പ്രതിപക്ഷം ഒരിക്കൽ പോലും ഈ അന്വേഷിക്കാത്ത കേന്ദ്രത്തിനെയോ ED അന്വേഷണം നടത്താത്തതിനെ ഒന്നും വിമർശിക്കുന്നില്ല. അത് താങ്കൾ കേൾക്കാനിട്ടാണ്. നിരവധി പ്രാവശ്യം താങ്കൾ കേൾക്കാനിട്ടാണ്. നിരവധി പ്രാവശ്യം നിയമസഭയ്ക്കകത്ത് ഇറ്റ്സ് ഓൺ റെക്കോർഡ്, നിയമസഭയ്ക്കകത്തും പുറത്തും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ഇവരുടെയൊക്കെ ലൈബ്രറിയിൽ എടുത്ത് നോക്കിയാൽ കാണാം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കുഴൽപ്പണ കേസും കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരായി അന്വേഷിക്കുന്ന കേസുകളും പരസ്പരം പുറംചൊറിഞ്ഞ് ഒത്തുതീർപ്പാക്കി എന്ന് എത്ര പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് കാണിച്ചു തരാം, അങ്ങേക്ക് വേണമെങ്കിൽ അയച്ചുതരാം. അല്ല, ഇന്ന് തന്നെ അയച്ചുതരാം. ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങൾക്കിടയിൽ BJP-യുടെ സംസ്ഥാന നേതാവായ ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ TVയെയും 24-നെയും വിലക്കി അസഭ്യം പറഞ്ഞ അവിടുത്തെ വാർത്താസമ്മേളനത്തിൽ പുറത്താക്കി. അത് ഓരോ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പം ഞങ്ങൾക്കെതിരെ എന്തെല്ലാം വാർത്തകൾ നിങ്ങൾ കൊടുത്തു, എന്തെല്ലാം വാർത്തകൾ കൊടുത്തു, ഇല്ലാത്ത എത്ര വാർത്തകൾ കൊടുത്തു. ഞങ്ങൾ ഏതെങ്കിലും ചാനലിൽ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ തന്നെ കൊടുത്തു ആ വാർത്തകൾ, ഇല്ലാത്ത വാർത്തകൾ കൊടുത്തു. ഞങ്ങളത് വിളിച്ച് അതിൻ്റെ റിപ്പോർട്ടർമാരെ അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂറോയിലെ അറിയിക്കും. ഇത് തെറ്റായ വാർത്തയാണ്, അത് മാറ്റണമെന്ന് പറയും. അല്ലാതെ ബഹിഷ്കരിക്കാൻ പറ്റും? നിങ്ങളാരും ബഹിഷ്കരിക്കില്ല, നമ്മളാരും ബഹിഷ്കരിക്കില്ല. അവരുടെ ഒരു നിലപാട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, K. സുരേന്ദ്രൻ പറഞ്ഞത് കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിയാകേണ്ട ആള് പറഞ്ഞത് ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നാണ്. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല, ഇത് ചാക്കും കെട്ടിലെ കറൻസിയാണ്. ഈ കൊടകര കേസിലെ കുഴൽപ്പണത്തിൽ ഒരു വിഹിതം 4 കോടി രൂപ ഷാഫി പറമ്പിലിന് കൊടുത്തു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് K. സുരേന്ദ്രൻ. അതിലെന്താണ് പറയുന്നത്? അതിപ്പോ നിങ്ങള് ഈ CPM നിങ്ങളുടെ ചാനലുകൾ അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം എല്ലാ ചോദ്യം കൂടി ഒരുമിച്ച് വയ്ക്കും. ഞാൻ ഒരുമിച്ച് പറയാം. ഞാൻ മറുപടി പറയുമ്പോൾ ഇടപെടാൻ പറ്റില്ല. അല്ല, നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ എല്ലാ ചോദ്യം ചോദിക്കും. നിങ്ങൾ എല്ലാ ചോദ്യം ചോദിക്കും. 10 ചോദ്യം ഒരുമിച്ചല്ലോ ചോദിക്കും. അല്ല, ഞാൻ മറുപടി പറയുമ്പോൾ കൈരളി TV-കാരൻ ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഇടയിൽ കയറരുത്. അല്ല, ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാം, എന്നെ ഇടയിൽ കയറരുത്. അതാണ്. അതായത് കേരളത്തിൽ BJP പ്രസിഡന്റ് ആരോപണ വിധേയനായി നനഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഷാഫി പറമ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് വേറെ ആരും പറയുന്നില്ല, കൈരളി TV CPM-ഉം പ്രചരിപ്പിക്കുകയാണ്. മനസ്സിലായി? അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അതിന് ഒരു മറുപടി അർഹിക്കുന്നില്ല, ഒരു മറുപടിയില്ല. BJP പണം ഒഴുകുന്നുണ്ട്, അത് കോൺഗ്രസ്സുകാരാണ് കൈപ്പറ്റുന്നത് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തെളിവ് സഹിതം പരാതി കൊടുത്തോ? എവിടെ പണം ഒഴുകാൻ വേണ്ടിയിട്ടാ? അത് നോക്കിയാൽ അറിയാലോ ആരാ പണം ഒഴുക്കുന്നതെന്ന്. മൊത്തത്തിൽ നോക്കിയാൽ അറിയാലോ ആരാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി, ഒന്ന് സംസ്ഥാനം ഭരിക്കുന്ന കക്ഷി. അവരല്ലേ ചേലക്കരയിലും ഈ പാലക്കാട് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത്. അത്രയും പണം എന്തായാലും ഞങ്ങൾ ഒഴുക്കിയിട്ടില്ല. അത് നോക്കിയാൽ അറിയാലോ. അത് ഉണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ കൊടുത്തോട്ടെ.